عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. إن شاء الله ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിലെ 14-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗുഹാനിവാസികളായ യുവാക്കളുടെ ചരിത്രം ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി അങ്ങോട്ട് വരുന്ന ആയത്തുകളിലെല്ലാം അള്ളാഹു കൃത്യമായിട്ട് എന്താണ് ഇവർ കുട്ടികളെ ഈ യുവാക്കളുടെ കൃത്യമായ ഒരു ചരിത്രം ഞാൻ വിവരിച്ച് തരാൻ പോകുന്നുണ്ട് എന്നാണ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ഇതായിരുന്നു കഴിഞ്ഞ നമുക്കുണ്ടായ ആയത്ത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞാൽ വറബത്ന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു എന്താക്കി, കെട്ടുറപ്പോടും കൂടി അങ്ങ് സബാത്തോടും കൂടി നല്ല ഉറപ്പിച്ച് നിർത്തി ഈമാനിൽ. അത്രയും ദൃഢതയുള്ള ഈമാനാക്കി. അതുകൂടാണ്ട് ഇസ്ഖാമു, അവർ ഇത് അവരുടെ ഈ സത്യം പറയാനുള്ള ആ ഒരു പേടി ഒന്നുമില്ലാണ്ട് അത് കൃത്യമായി അവർ അറിയിക്കാനും അവർക്കത് പറയാനുള്ള ഒരു സ്ഥൈര്യവും ധൈര്യവും അള്ളാഹു നൽകി. ഫഖാലു, അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്, നമ്മുടെ രക്ഷിതാവാണ് ആകാശഭൂമികളുടെ രക്ഷിതാവ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ, അവൻ്റെ പുറമെ യാതൊരു ദൈവത്തെയും ഞങ്ങൾ ആരാധിക്കുന്നതല്ല, പ്രാർത്ഥിക്കുന്നതല്ല. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കൂ. അങ്ങനെ എങ്ങാനും ലഖദ് ഖുൽന ഇദൻ ശതത, എങ്ങാനും അത് തിരിഞ്ഞു പോയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിപ്പോവും, അക്രമമായിപ്പോവും, തെറ്റായിപ്പോവും. കാരണം അള്ളാഹു ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാനുള്ള സ്ഥൈര്യവും ധൈര്യവും ഈ യുവാക്കൾക്ക് അള്ളാഹു നൽകി, സബാത്ത് നൽകി, അങ്ങേയറ്റത്തെ ഉറപ്പ് നൽകി. അതാണ് റബത്ത എന്ന് പറഞ്ഞാൽ ഒരു സാധനം കെട്ടുന്നതിനാണ് റബത്ത എന്ന് പറയും. ഒന്ന് ടൈ ചെയ്യുന്നതിന്, ടൈയിങ്ങിന് റബത്താണ്. അപ്പോൾ ഇവിടെ എന്തിനെ കൊണ്ടാണ് ടൈ ചെയ്തത്? ഹൃദയത്തിൽ ഈമാനിനെ കൊണ്ടാണ് കെട്ടി ഉറപ്പിച്ചത് ഈമാനിനെ കൊണ്ടാണ്. ആ കെട്ട് വന്നത് എവിടെ നിന്നാണ്? അള്ളാഹു കൊടുത്ത ധൈര്യമാണ്. അള്ളാഹു ആണ് ഹൃദയത്തിൽ ആ ധൈര്യവും സ്ഥൈര്യവും പറയാനുള്ള ആ ധൈര്യം ഇത് കൊടുത്തത്. കാരണം ആ സമയത്ത് നമുക്ക് ഇനി മുന്നോട്ട് വരുന്ന ആയത്തുകളിലും ഇതൊക്കെയാണെന്ന് തന്നെ ഇനിയും വിശദീകരിക്കുന്നത്. ആ സമയത്ത് എന്താണ്, മൊത്തം അക്രമികളുമായിരുന്നു ഉണ്ടായത്. അപ്പോൾ പക്ഷേ അവർ ഇതിൽ നിന്നെല്ലാം ഈ ദുൽമിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. നമുക്ക് അള്ളാഹു ഒരുവൻ മാത്രമേ ഉള്ളൂ, ആകാശഭൂമിൻ്റെ റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ. അവനാകുന്നു നമ്മളെ റബ്ബ്, അവനാകുന്നു നമ്മളെ രക്ഷിതാവ്. അവനോട് മാത്രമേ നമുക്ക് സഹായം തേടാൻ അർഹത ഉള്ളൂ, അവന് മാത്രമേ നമുക്കുള്ളൂ എന്ന ആ ഒരു ധൈര്യവും സ്ഥൈര്യവും ഈമാനും ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അതുകൂടാണ്ട് അള്ളാഹുവിൻ്റെ
അങ്ങേയറ്റത്തെ സഹായവും അവർക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു. ഇതാണ് നമുക്ക് ഈ ആയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി വരും ആയത്തുകളിൽ കൂടുതൽ ഈ കഥൻ്റെ വിശദീകരണം ഇനിയും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ വരുന്ന തജ്വീദ് നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. വറബതന, വാവ് ചുണ്ട് റൗണ്ടാക്കി പറയുക, റ നല്ലോണം ഹെവിയാക്കി പറയുക. വറബത, ത നല്ല ഹെവിയാക്കി, താന് മാത്രം സുക്കൂനും കൂടി വന്നുകൊണ്ട് അതുകൊണ്ട് വറബത കൽക്കലൻ്റെ സൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയണം. വറബത്ന അങ്ങനെ ആവരുത്, ഒരു ബൗൺസ് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെ തെറിക്കുന്ന രീതിയിൽ. വറബത ആ രീതിയിൽ. വറബത്ന അല, ഐന് ഒക്കെ കൃത്യമായി ഉച്ചരിക്കുക. ഖുലൂബിഹിം, ഖാഫ് ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. ഖുലൂബിഹിം, ഹ ഒക്കെ തൊണ്ടിൽ തന്നെ ഉച്ചരിക്കുക. ഖുലൂബിഹിം എന്നിട്ട് മണിക്കണ്ട, സാധാരണ പറഞ്ഞാൽ മതി. ഖുലൂബിഹിം ഇദ് ഖാലു, ദാലിന് സുക്കൂൻ ടൈം കൊടുക്കുക. ഇദ് ദ ഉണ്ട്, ഇദ് ഖാമു, ഖാമു ഖാമു ഖാഫ് നല്ലോണം ഹെവി ആയിട്ട് വരണം. ഖാ എന്നുള്ള സൗണ്ട് വരണം. ഇദ് ഖാമു ഫഖാലു, രണ്ടിടത്തും ഖാ വരുന്നുണ്ട്, ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്, വേറെ ഒരിടത്തും ഹെവി ആയി പോരുത്. ഇദ് ഖാമു ഫഖാലു, ചുണ്ട് നല്ലോണം റൗണ്ടാണ് നമ്മൾ ദമ്മൊക്കെ പറയുമ്പോൾ. റബ്ബുന, റ ഹെവി, ബ ഡബിളാക്കി പറയണം. റബ്ബു, റബ്ബുന, റബ്ബുസ്സമാവാതി, വീണ്ടും റ ഹെവി, ബ ഇരട്ടിപ്പിച്ച് പറയാം. റബ്ബു, റബ്ബുസ്സ, സീൻ്റെ മുകളിൽ ശ്രദ്ധ വരുന്നുണ്ട്, അതും ഈ പറഞ്ഞ പോലെ കൃത്യമായി സൗണ്ട്. റബ്ബുസ്സമാവാതി, സീൻ എന്നുള്ള സൗണ്ട് കൃത്യമായി വരണം. സമവ അല്ല, വാ അല്ല, വാ എന്ന് പറഞ്ഞ സംഭവം അറബിയിലില്ല, വാവ് ചുണ്ട് നല്ല റൗണ്ടായിട്ട്. വാതി സമവാതി വൽ അർദ് ഉണ്ടാ, റ ഹെവി, ദ്വാദ് ഹെവി, അഥവാ നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ ദ്വാദിൻ്റെ ഇസ്തിത്താല എന്നുള്ള ആ ഒരു സൗണ്ട്, ചില ദ്വാദ് ഉള്ളിൽ നമ്മൾ കൃത്യമായ സൗണ്ട് കൃത്യമായി വരണം വായിൻ്റെ ഉള്ളിൽ. വൽ അർദ് ആ രീതിയിൽ വരണം, ദ്വാദ് നല്ല ഹെവി ആക്കിനാണ്. വീണ്ടും അഥവാ നിർത്തുന്നില്ലെങ്കിൽ വൽ അർദി ലൻ നദ്ഉവ, ആ രീതിയിൽ ദ്വാദ് എപ്പോഴും ഹെവിയാണ്, ഏത് പൊസിഷനിൽ വന്നാലും ദ്വാദ് ഹെവി ആയിട്ട് തന്നെ നിൽക്കണം. ലൻ നദ്ഉവ, ഇവിടെ സുക്കൂനിൻ്റെ നൂന് ശേഷം വീണ്ടും നൂന് വരുന്നു, അപ്പം നൂനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് തന്നെ പറയാം, കൃത്യമായി നല്ല മണിച്ച് പറയുക. ലൻ നദ്ഉവ, ദാലിന് സുക്കൂൻ, കൽക്കലൻ്റെ അക്ഷരങ്ങൾ 5 ഖാഫ്, ത, ബ, ജീം, ദാൽ, ഈ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമാന്ന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയണം, അമർത്തരുത്, എടുത്ത് മുഴപ്പിച്ച് കളിപ്പിക്കണം. ലൻ നദ്ഉവ ഉണ്ടാ, ദാലുണ്ട, ലൻ നദ്ഉവ, കാറ്റ് വരരുത്, ദാലിൽ നിന്നും കാറ്റ് വരാതെ, കാറ്റില്ലാത്ത അക്ഷരമാണ്. ലൻ നദ്ഉവ, വാവ് ആയിന് പറയുമ്പോൾ തൊണ്ടിന്ന് പറയാം. മിൻ ദൂനിഹി, ഇവിടെ ഇടയിൽ വാവിന് ശേഷം ഒരു അലിഫ് ആണ്, അവിടെ ഒന്നും പിന്നെന്താന്ന് ഇല്ല, സാധാരണ വാവ് ഫത്ഹ ഉള്ള പോലെ മാത്രമേ ഉച്ചരിക്കുള്ളൂ, അത് മറ്റേ അലിഫ് ഉച്ചരിക്കാത്ത അലിഫാണ്, ജസ്റ്റ് എഴുത്തിലുണ്ട് പക്ഷേ വായനയിലില്ല. മിൻ ദൂനിഹി, ഇവിടെ സുക്കൂന നൂന് ശേഷം ദാൽ വരുന്ന ഇഖ്ഫാൻ. മിൻ ദൂ, കൃത്യമായി മണിക്കുക. മിൻ ദൂനിഹി ഇലാഹ, ഇവിടെ വരുന്നത് നീട്ടം വരുന്നുണ്ട്, അപ്പോൾ കൃത്യമായി ഹാന് ശേഷം ഹംസ വന്നുകൊണ്ടാണ് ആ നീട്ടത്തിൻ്റെ ചിഹ്നവും കാണാം, അവിടെ നീട്ടം കൊടുക്കുന്നത്. എന്താണ് ഈ മദ് സില ഖുബ്ര, ഹ വമീർ എന്ന് പറയും, കാരണം ദൂനിഹി അവൻ എന്നുള്ള ഹായ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ 2 ഹർക്ക, ആ ഹായിന് തൊട്ട് മുന്നും അതിന് ശേഷം ഹർക്കകൾ വന്നാൽ, ഹർക്ക എന്ന് പറഞ്ഞാൽ ഫത്ഹ ദമ്മ കസ്ര, അതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ നിയമം വരുന്നത്. പക്ഷേ ഈ ഹർക്കിൻ്റെ അത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 2 ഹർക്കയാണ് നീട്ടേണ്ടത്. ഈ ഹാന് ശേഷം ഹംസ വരുന്നെങ്കിൽ നമ്മൾ അവിടെ 4 അക്ഷര ടൈം നീട്ടണം. ഇപ്പോൾ ഇവിടെ ഹംസ വന്നിട്ടുള്ളത്, മറ്റേത് മത്സില
സുഹ്റ 2 അക്ഷര ടൈം കൊടുത്തിട്ട് നീട്ടുന്നതിന് സുഹ്റ എന്ന് പറയും. ഇവിടെ വലുതായതുകൊണ്ടാണ് കൂടുതൽ സമയം കൊടുക്കുന്നതിനാണ് കുബ്ര എന്ന് പറയും. വലുതായിട്ട് കൂടുതൽ ടൈം കൊടുത്ത് നീട്ടുക. അപ്പം 4 അക്ഷര ടൈം കൊടുക്കണം. അപ്പം 4 ഹർക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. മിൻ ദൂനിഹി ഇലാഹ ഒക്കെ പറയുമ്പോൾ കൃത്യമായി തൊണ്ടിയിൽ നിന്ന് തന്നെ വരണം. ലഖദ് വീണ്ടും ദാലിന് സുക്കൂന് വന്നുകൊണ്ട് ഖൽഖല വന്നിട്ടുണ്ട്. ഖാഫ് ഹെവി ലഖദ് ഖുൽന ഖാഫ് കുറേ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. കൃത്യമായി ഉച്ചരിക്കുക. ഖുൽന പാടില്ല. ഖുൽന ലാമിൻ്റെ സുക്കൂനിന് സമയം കൊടുക്കുക. അവിടെ പിടിച്ച് വെക്കുക. ഖുൽന ഇദ വീണ്ടും മദ് വന്നിട്ടുണ്ട്. മദ് മുൻഫസിൽ. മദ് അക്ഷരം ഒരു പദത്തിലും ഹംസ മറ്റേ പദത്തിലായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദീർഘം കൊടുത്തിട്ട് നീട്ടുന്നത്. ഖുൽന ഇദ ശതത ഇവിടെ തൻവീന് ശേഷം ഷീന് വന്നിട്ടുണ്ട്. അവിടെ കൃത്യമായി മണിക്കുക. ഇവിടെ പിന്നെ ഇഖ്ഫ എന്ന് വന്നിട്ടുള്ളത്. മണിച്ചുകൊണ്ട് തന്നെ ഓതാ. ഷ 2 തോയും നല്ല ഹെവി ആയിട്ട് തന്നെ ഉച്ചരിക്കുക. ത്വ എന്ന് പറഞ്ഞിട്ട് ചുണ്ട് റൗണ്ടാവരുത്. ചുണ്ട് റൗണ്ടാക്കേണ്ട അക്ഷരമല്ല. കൃത്യമായിട്ട് ഉയർത്തിയിട്ട് തന്നെ നല്ല ഹെവി ആക്കിയിട്ട് തന്നെ പറയാം. ഒന്നുകൂടി നമുക്ക് ഓതി നോക്കാം. وَرَبَطْنَا عَلَى قُلُوبِهِمْ إِذْ قَامُوا فَقَالُوا رَبُّنَا رَبُّ السَّمَاوَاتِ وَالْأَرْضِ لَن نَّدْعُوَ مِن دُونِهِ إِلَٰهًا لَقَدْ قُلْنَا إِذًا شَطَطًا. أوكي. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.